ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വീണ്ടും വന്നു കേട്ടോ. ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ സദ്യയ്ക്ക് നമ്മുടെ ഇഞ്ചി ഇല്ലാതെ എന്ത് സദ്യയല്ലേ. ഓണമൊക്കെ ഇങ്ങ് എത്താറായി. അപ്പോൾ നമുക്ക് ഇഞ്ചിക്കറിയിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഓണം സീരീസാണ് ചെയ്യുന്നത്. 150 ഗ്രാം ഇഞ്ചിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ ഞാൻ ഈ ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് ഇട്ട് വെച്ചേക്കുന്നത്. പിന്നെ ഒരു 10-15 ചെറിയ ഉള്ളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം. പിന്നെ ഒരേ സൈസിന് വേണം കേട്ടോ ഇഞ്ചി കട്ട് ചെയ്ത് വെക്കാനായിട്ട്. പിന്നെ ഒരു 4-5 പച്ചമുളകും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അധികം വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഇഞ്ചിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് അരഭാഗം മാത്രം എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലോട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം കേട്ടോ. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറും കേട്ടോ. അതേ എണ്ണയിൽ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി നമുക്ക് അതിലോട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കണം. സവാള എടുത്താൽ അതിൻ്റെ ടേസ്റ്റ് ശരിക്കും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആവട്ടെ. അപ്പോൾ ഇതുപോലെ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കത് കോരി മാറ്റാം. ഒരുപാട് നേരം ഇത് ഫ്രൈ ആവേണ്ട കാര്യം ഇത് പുറത്തിരുന്ന് ആ ചൂടിൽ കുറച്ചും കൂടി ഫ്രൈ ആവും കേട്ടോ. ഇഞ്ചി ഇട്ട് വെച്ചിരുന്ന അതേ പാത്രത്തിൽ തന്നെ നമുക്ക് കോരി മാറ്റാം കേട്ടോ. അതേപോലെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പച്ചമുളകും കറിവേപ്പിലയും കൂടി ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ തന്നെ നമുക്ക് അതും കോരി മാറ്റാം. വറുത്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും ഉള്ളിയും ഒക്കെ ഇതേപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അതേ ചീനച്ചട്ടി തന്നെ കേട്ടോ ഞാൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് എണ്ണ ഞാൻ മാറ്റിയിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ ഒരു 3-4 വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് കടുക് വറുത്തെടുക്കാം കേട്ടോ. എരിക്കനുസരിച്ച് മുളക് പൊടി ചേർക്കാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. മുളക് പൊടി എടുത്തു, മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ കായം ഞാൻ പിന്നെ ചേർക്കുകയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ എണ്ണയിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഞാൻ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്കും പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചിയിലേക്ക് കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പുളിവെള്ളവും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ചെറിയൊരു പീസ് ശർക്കരയും കൂടി ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയും എരിവും ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇഞ്ചിക്കറി വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതേപോലെ നമ്മുടെ ഇഞ്ചിക്കറി കിട്ടും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി കട്ടിയാവും കേട്ടോ. ഇഞ്ചിക്കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സദ്യയിലൊക്കെ വിളമ്പുന്ന ഇഞ്ചിക്കറി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്കുകളൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ഇനി ഓണം സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും ഓരോ വിഭവമായിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.